ക്ലാസ് കഴിഞ്ഞ് വരിക? ജസ്നത്തെ എവിടെ പോയിട്ട് വരിക? ഞാൻ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് വരിക. എന്നിട്ട് എന്താണ് വിശേഷങ്ങള്? കൊറേ കാലയില് കണ്ടിട്ട്. ഞാൻ നാളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ക്ലാസ്സിന് പോയിക്കായിരുന്നു. മണി താത്താനെയൊക്കെ കണ്ട്. ഞാൻ ഇന്നും ഈ നേരമൊക്കെ ആവും ക്ലാസ്സും ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് എത്തുമ്പോഴത്തേന്. എന്താക്കി മോളെ കാര്യങ്ങള്? അന്ന് ഉമ്മ പറഞ്ഞു ഇങ്ങനെ ചെന്നപ്പോൾ ഇതുവരെ ഓംനേഴ്സിനൊന്നും കിട്ടിയില്ല, അന്വേഷിക്കുന്നുണ്ട്, ഭയങ്കര ചാർജാണ് പറയണെന്നൊക്കെ പറഞ്ഞു. ഒന്നും ആയിട്ടില്ല. ഓംനേഴ്സിനൊക്കെ ഭയങ്കര പൈസ ഇപ്പൊ പറയണത്. ഞാനേ ഒരു കാര്യം പറഞ്ഞിട്ടെ, നിങ്ങൾ ഇനി ഓംനേഴ്സിനൊന്നും അന്വേഷിക്കണ്ട. താത്താടെ പ്രസവം കഴിഞ്ഞാൽ നേരെ മമ്മ റെസ്റ്റിക്ക് വിട്ടോ, അതങ്ങൾക്ക് നല്ല. മമ്മ റെസ്റ്റാ? അതെന്താ സംഭവം? അതേ, പ്രസവശേഷം അമ്മേനെയും കുട്ടീനെയും നോക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളൊന്നും അറിയണ്ട, ഹോസ്പിറ്റലിൽ നേരെ ഒരാളെയും കൂട്ടിയിട്ട് അവിടെ കൊണ്ടുപോയി ആക്കുക. അതിന് നമ്മളെവിടെ എവിടെ അങ്ങനത്തെ ഒരു സ്ഥലമോ? നമ്മുടെ പൊന്നാനിയിൽ കുറ്റിക്കാട്, നമ്മുടെ അടുത്ത സ്ഥലം. എൻ്റെ കസിൻ ഇപ്പോൾ അവിടെ പ്രസവിച്ച് കിടന്നത്. അപ്പോൾ ഞങ്ങൾ കുട്ടീനെ കാണാൻ പോയിണ്ടായിരുന്നിട്ടാ. എനിക്ക് കേൾക്കണം അവിടുത്തെ സൗകര്യങ്ങൾ. ശരിക്കൊരു വീട് തന്നെ, 2 റൂം, ഹാള്, കിച്ചണ്, എന്തൊരു സൗകര്യമാണ്. നമുക്ക് ഫുള്ള് പ്രൈവസിയാണ്. പിന്നെ ഈ അമ്മക്കും കൂടെ നിൽക്കുന്ന ആൾക്കും ഭക്ഷണം, പിന്നെ ആയുർവേദ വിധിപ്രകാരമുള്ള പരിചരണങ്ങളാണ് അവിടെ. പിന്നെന്താ, മസാജിങ്, പിന്നെ പ്രസവരക്ഷ മരുന്നുകൾ, അങ്ങനെ എന്തൊക്കെ വേണം എല്ലാതും ഉണ്ട്. അതൊക്കെ ഭയങ്കര പൈസ ആവൂലേന്നു? ആരാ പറഞ്ഞ ഇത്ര പൈസ ആവുന്നേ? ഒരു ഓംനേഴ്സിന് നമ്മൾ എന്തായാലും പൈസ കൊടുക്കണ്ടേ? ആ പൈസക്ക് നമുക്കിവിടെ എന്തൊക്കെ സേവനങ്ങളാണ് കിട്ടണ വെച്ചിട്ടാ. പിന്നെ അങ്ങനെ എല്ലാവർക്കും 40 ദിവസം തന്നെ എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള ദിവസങ്ങൾ തന്നെ എടുക്കാം. 20, 30, 40 അങ്ങനെ ഓരോ പാക്കേജുകളാണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ദിവസം തിരഞ്ഞെടുക്കുക. പിന്നെ ഒരു സ്റ്റാഫുകളുടെ പെരുമാറ്റമുണ്ടല്ലോ, അത് സൂപ്പറാട്ടാ. അതിപ്പോൾ അവിടെ ഉള്ളവരോട് മാത്രമല്ല, നമ്മൾ ചെല്ലുന്നവരോടും ഒക്കെ ഭയങ്കര നമുക്ക് കണ്ടാൽ നല്ല ഇഷ്ടമാവും പോയാലും എന്തായാലും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റിനകത്ത് ഒരു കാര്യം ചെയ്യേ, നാളെ വീട്ടിലേക്ക് വന്നിട്ടേ ഉമ്മാനോട് താത്താനോട് ഇതൊക്കെ ഒന്ന് പറയിട്ടാ. അതിനെന്താ, ഞാൻ വരാലോ. ഇതുപോലെ അവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഉമ്മാടെ താത്താടെ ഒക്കെ ടെൻഷനാണ്ട് പോട്ടെ. എന്നാ ശരി, ഞാൻ പോട്ടെ. നേരെ വൈകുമ്പോൾ ടെൻഷനാവും. ആയിക്കോട്ടെ. അപ്പോൾ ഗൈസ്, പെരുമയ്ക്ക് പേര് കേട്ട നമ്മുടെ സ്വന്തം പൊന്നാനിയിലും ഒരു പ്രസവാനന്ദ വിശ്രമ കേന്ദ്രം വന്നിരിക്കുന്നു. അതേതാണെന്നല്ലേ? കുറ്റിക്കാട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന നമ്മുടെ മമ്മാർ തികച്ചും ആയുർവേദ വിധിപ്രകാരമുള്ള പരിചരണ മുറകളാണ് അവർ നമുക്ക് വേണ്ടി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഇവിടെ ഒരുപാട് സേവനങ്ങൾ നമുക്ക് വേണ്ടിയുണ്ട്. വേദുകുളി, പ്രസവരക്ഷാ മരുന്നുകൾ, മസാജിങ്, കൗൺസിലിംഗ് എന്നീ സേവനങ്ങളും അവിടെ ലഭ്യമാണ്. അതുമാത്രമല്ല, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകളുടെ നേതൃത്വത്തിലാണ് അവരെ ഓരോ ചികിത്സയും നടക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അവിടുത്തെ സ്റ്റാഫുകളുടെ സേവനം. കൂടാതെ അമ്മയ്ക്കും ബൈസ്റ്റാൻഡർക്കും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഭക്ഷണം. അപ്പോൾ മമ്മ റെസ്റ്റിലെ സേവനങ്ങൾ നിങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ മമ്മ റെസ്റ്റിന്റെ ലൊക്കേഷൻ എവിടെ നിന്ന് അറിയണ്ടേ? പൊന്നാനി, കുറ്റിക്കാട്.